ഗുഡ് മോർണിംഗ് എവരിബഡി. ഒരു പ്രധാന കാര്യം പറയാനാ വന്നത്. അതായത് കോളേജ് മേലധികാരിൻ്റെ നേതൃത്വത്തിൽ രാത്രി 12 മണി വരെയൊക്കെ ഫോണിൽ സഹിക്കാൻ പറ്റാത്ത ദ്രോഹം, ഉറങ്ങാൻ പറ്റാത്ത ദ്രോഹം ഫോണിൽ. അപ്പം അത് മേലധികാരിൻ്റെ ആളാണ്, മേലധികാരിൻ്റെ നേതൃത്വത്തിലാണ്, കേരളം ഭരിക്കുന്ന പാർട്ടീൻ്റെ നേതൃത്വത്തിലാണ്, എല്ലാവരും അറിവോടും കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഡോക്ടർ പി ഗീത, അവരെ ആൾക്കാർ, ക്രൈം നന്ദകുമാർ സാറ്, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടും അവരെ മാനിച്ചുകൊണ്ടും അവരെൻ്റെ അടുത്ത് വന്ന് എന്നെ കേൾക്കാൻ തയ്യാറായ അവരോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ചിട്ട് പറയുവാണ്, എൻജിനീയറിംഗ് കോളേജിലെ മേലധികാരിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ ഞാൻ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം എൻജിനീയറിംഗ് കോളേജിൽ നടന്നു. പോഷ് ആക്ട് പ്രകാരം FIR ഇട്ടു, അവനെ സംരക്ഷിച്ചു, ഇപ്പോഴും സംരക്ഷിക്കുന്നു. അതിനെതിരെ പ്രതികരിച്ചതിന് എന്നെ ശല്യം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും ശല്യം ചെയ്തു. അതിനും ഞാൻ പ്രതികരിച്ചില്ല. തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഗോവിന്ദ മാഷ് വിളിക്കും, ഗോവിന്ദ മാഷ് സ്ഥലമല്ലേ, അപ്പം അവിടെ അദ്ദേഹം വിളിക്കും. അപ്പോൾ അതിലും എനിക്ക് നീതി കിട്ടൂല. അപ്പം ഞാൻ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരും. അന്നേരം നിങ്ങൾ ചോദിക്കും, ഇത്രയും പ്രതിഷേധിച്ചിട്ട് എന്തായിരുന്നു? ഒന്നും ആവണ്ട, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തെമ്മാടിത്തരം നാലാൾ അറിയണം. 1 മണിക്കൂർ ദ്രോഹിച്ചു ഇന്നലെ തന്നെ. തിരിച്ചൊരു ഹായോ ഒരു മറുപടിയോ ഞാൻ കൊടുത്തിട്ടില്ല, വിത്ത് എവിഡൻസ്. കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിലെ മേലധികാരിൻ്റെ ആൾ എന്നെ ഇന്നലെ 11 മണി മുതൽ 12 മണി വരെ ദ്രോഹിച്ചു. കേസ് കൊടുക്കാൻ പോയാൽ അവിടെ ഇവരാൾക്കാർ വിളിക്കും. ബാക്കി ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, പിറകെ വരാം, വീഡിയോ ഇട്ടുതരാം കാര്യങ്ങൾ എന്താണെന്ന്.